my good friend, Lulu Company Chairman Yusuf Ali Ji. Without him, this would have happened. രാജ്യത്തിന്റെ അഭിമാനം സ്റ്റൈൽ മന്നൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് UAE ഗോൾഡൻ വിസ. UAE സർക്കാരിന്റെ ആദരം ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിക്കൊപ്പം അബുദാബി ഗവൺമെന്റ് കൾച്ചറൽ ആൻഡ് ടൂറിസം ആസ്ഥാനത്തെത്തി തലൈവർ സ്വീകരിച്ചു. അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും ഗവൺമെന്റ് കൾച്ചറൽ ആൻഡ് ടൂറിസം വകുപ്പ് ചെയർമാനുമായ മുഹമ്മദ് ഖലീഫ അൽ മുബാറക് ഇതിഹാസ നടന് എമിറേറ്റ്സ് ID കൈമാറി. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ മുന്നിൽ നിന്ന അബുദാബി ചേംബർ വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് CMD-യുമായ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിലായിരുന്നു UAE സർക്കാരിന്റെ ആദരവ്. UAE ഗോൾഡൻ വിസ ലഭിച്ചതിൽ ഏറെ അഭിമാനിക്കുന്നു എന്നും അബുദാബി ഭരണകൂടത്തിനും ആദ്യാവസാനം വരെ വലിയ പിന്തുണ നൽകി ഒപ്പം നിന്ന പ്രിയ സുഹൃത്തു കൂടിയായ MA യൂസഫ് അലിക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്നും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പറഞ്ഞു. I am honored to receive the prestigious golden visa of UAE from Abu Dhabi government. My heartfelt thanks to Abu Dhabi government and my good friend Lulu Company Chairman Yusuf Ali Ji. Without him, this would have happened. Thank you very much. I am grateful to you. Thank you very much. Thanks a lot. Thank you. ക്യാബിനറ്റ് അംഗവും UAE മന്ത്രിയുമായ ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനെ അബുദാബിയിലെ കൊട്ടാരത്തിലെത്തി രജനീകാന്ത് കണ്ടു. ചടങ്ങിന് ശേഷം പുതുതായി നിർമ്മിച്ച BAPS ഹിന്ദു മന്ദിറും അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദും അദ്ദേഹം സന്ദർശിച്ചു. ദിവസങ്ങൾക്ക് മുമ്പാണ് അബുദാബിയിലെ MA യൂസഫ് അലിയുടെ വസതിയിൽ അതിഥിയായി സൂപ്പർ താരം എത്തിയത്. MA യൂസഫ് അലിയുടെ റോൾസ് റോയ്സിൽ രജനീകാന്ത് യാത്ര ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളടക്കം വൈറലായി കഴിഞ്ഞിരുന്നു. തന്റെ പുതിയ ചിത്രമായ വേട്ടയാന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷമാണ് രജനീകാന്ത് UAE ആസ്ഥാനത്ത് എത്തിയത്.